ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇറ്റലിയിലെ പാദുവയിലെ വിശുദ്ധ അന്തോണിസിൻ്റെ പള്ളിയിലാണ്. ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതൽ ഭയങ്കര അന്തോണിസിനാളുടെ ഭക്തിയാണ്. എൻ്റെ ഫാമിലിയിലെ എല്ലാവരും അതെ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരു ചെറിയ എന്താ പറയുക, ഒരു അംഗത്തിനെ പോലെ ശരിക്കും എൻ്റെ ജീവിതത്തിൽ എന്നെ കൈപിടിച്ച് നടത്തിയതും എല്ലാ അന്തോണിസിനാളിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒട്ടും പറ്റാത്ത കാര്യങ്ങളെല്ലാം സാധിച്ചു തന്ന ഒരാളാണ് എൻ്റെ അന്തോണിസിനാൾ. അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ നാട്ടിലെപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഒരു പള്ളിയാണ് നമ്മുടെ കലൂരിലെ അന്തോണിസിനാളുടെ പള്ളി. അന്ന് ഞാൻ അവിടെ ഒരു പാട്ട് പാടുമായിരുന്നു. പാതുവായിലെ അന്തോണിയെ പാരീതിൽ കൃപ ചൊരിയണേ. അന്ന് എൻ്റെ മനസ്സിൽ അത് പാടുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് പാതുവയിൽ ചെന്ന് അന്തോണിസുണ്യാളൻ എന്താ പറയുക, വചനം പ്രഘോഷിച്ച ഈ ഒരു സ്ഥലത്ത് വരണമെന്ന് എൻ്റെ ജീവിതത്തിലെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ അന്തോണിസുണ്യാളിൻ്റെ ഈ ബസിലിക്കയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു നിമിഷമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ വന്നിരിക്കുകയാണ്. എനിക്ക് പള്ളിയുടെ ഉള്ളിൽ കയറി ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ അന്തോണിസുണ്ണിയുടെ അടുത്ത് മനസ്സൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് കാണാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ബസിലിക്ക. വിശുദ്ധ അന്തോണിസുണ്യാളൻ ജനിച്ചത് പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന നഗരത്തിലാണ്. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ഭയങ്കര വിശ്വാസമുള്ള ഒരാളായിരുന്നു. പഠനത്തിലും ബൈബിൾ അറിവിലും അദ്ദേഹം വളരെ മികവുറ്റവനായിരുന്നു. പിന്നീട് വിശുദ്ധ അന്തോണിസുണ്യാളൻ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലും പോയി ദൈവവചനം പ്രസംഗിച്ചു. ആളുകളെ നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ അദ്ദേഹം വളരെയധികം ശ്രമിച്ചു. പിന്നീട് അദ്ദേഹം ഇറ്റലിയിലെ പാദു എന്ന നഗരത്തിലെത്തി. ഇവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ സഹായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പലരും എത്തുമായിരുന്നു. വിശുദ്ധ അന്തോണിസുണ്യാളിനെ കുറിച്ച് ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ആളുകൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ നഷ്ടപ്പെട്ട വസ്തുക്കളുടെ വിശുദ്ധൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. 1231 അദ്ദേഹം മരിച്ചെങ്കിലും വിശുദ്ധ അന്തോണിസുണ്യാളിൻ്റെ ഓർമ്മ ഇന്നും ലോകമെമ്പാടും ജീവിക്കുന്നു. വിശുദ്ധ അന്തോണിസുണ്യാളിനെ ആദരിക്കാനാണ് ഈ വലിയ ദേവാലയം ഈ പാതുവയിൽ പണിതിരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുകയും സമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ശാന്തയും ആത്മീയമായ അനുഭവം നമുക്ക് അനുഭവിക്കാൻ കഴിയും. മറ്റൊരു വലിയ അത്ഭുതമാണ് വിശുദ്ധ അന്തോണിസുണ്യാളൻ 1231 മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നാവ് ഇന്നും മണ്ണിൽ കലരാതെ ഇവിടെ ഒരു ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് പലർക്കും വലിയ ഒരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പാതുവായിലെ വിശുദ്ധ അന്തോണിസുണ്യാളിൻ്റെ ഈ ബസിലിക്കയിലെത്തി പ്രാർത്ഥിക്കുന്നത്.